ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പമുള്ള ഒരു യാത്രയായിരുന്നു ഈ ഒക്ടോബർ മാസം, അമ്മയുടെ ജപമാല മാസം. മരിയൻ സന്ദേശം 31 ദിവസത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. എല്ലാവരും ഈ മരിയൻ സന്ദേശം കേൾക്കുകയും പങ്കുവയ്ക്കുകയും അതിലൂടെ അമ്മയുടെ അനുഗ്രഹങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുനാൾ മുതൽ ദേവാലയത്തിലെ ഒരു മണിനാദം നമ്മൾ ശ്രവിക്കും. വൈകുന്നേരമാകുമ്പോൾ, മിക്കവാറും അത് വൈകിട്ട് 6:30 ആകുമ്പോൾ പള്ളിമണി അടിക്കും. അത് വിളക്കുമണിയാണ്. അന്ന് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാലം. എല്ലാ വീടുകളിലും മണ്ണെണ്ണ വിളക്ക് കത്തിക്കാനുള്ള സമയം. 7 മണിയാകുമ്പോൾ പള്ളിയിലെ കപ്പ്യാർ വീണ്ടും മണിയടിക്കും. അത് കുരിശുമണിയാണ്. കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ ദേവാലയത്തിൻ്റെ മണികൾ നമ്മെ ഓർമ്മിപ്പിക്കും. അങ്ങനെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മുടക്കം കൂടാതെ ചെയ്ത ഒരു മനോഹരമായ കർമ്മമാണ് പരിശുദ്ധ അമ്മയോടുള്ള ജപമാല കുടുംബ പ്രാർത്ഥന. കൃത്യം 7 മണിക്ക് വീട്ടിൽ കുടുംബ പ്രാർത്ഥന. അതെൻ്റെ മാതാപിതാക്കൾക്ക് വലിയ നിർബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ്. ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ഒന്നിച്ചിരിക്കും. ഓരോരുത്തർക്കും ഓരോ സ്ഥിരം സ്ഥലങ്ങളുണ്ട്. എൻ്റെ തൊട്ടുമൂത്ത ജ്യേഷ്ഠൻ വീടിൻ്റെ 2 പാളികളിൽ ഒരു പാളിയിലാണ് ചാരിയിരിക്കുന്നത്. എല്ലാവരും ഉറക്കെ പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ തൊട്ടുമൂത്ത ജ്യേഷ്ഠൻ നേരിയ ഉറക്കത്തിലേക്ക് വീഴും. ആ ഉറങ്ങുന്ന ജ്യേഷ്ഠൻ്റെ കയ്യിൽ അമ്മ മണ്ണെണ്ണ വിളക്ക് വച്ചു കൊടുക്കും, എഴുന്നേൽപ്പിച്ച് നിർത്തും. ആ മണ്ണെണ്ണ വിളക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് ജ്യേഷ്ഠൻ ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ മുടക്കം കൂടാതെ കുടുംബത്തിൽ നടന്ന മനോഹരമായ ഒരു ആത്മീയ കർമ്മമാണ് കുടുംബ പ്രാർത്ഥന. അതിന് മുടക്കം വരുത്തിയാൽ അമ്മ പിണങ്ങും. കുഞ്ഞുനാൾ മുതൽ മാതാപിതാക്കൾ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമതാണ്. കുടുംബ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടില്ല എങ്കിൽ അന്ന് അത്താഴമില്ല. അത്താഴം കിട്ടില്ല എന്നതുകൊണ്ടല്ല എവിടെ പോയാലും ഓടി വീട്ടിലേക്ക് എത്തുന്നത്. മറിച്ച് കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ മണ്ണെണ്ണ വിളക്കിന് മുമ്പിലിരുന്ന് പരിശുദ്ധമ്മയുടെയും കർത്താവിൻ്റെ തിരുസ്വരൂപങ്ങളുടെയും മുമ്പിലിരുന്ന് ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്, ജപമാല. അത് കുടുംബ പ്രാർത്ഥന. അതാണ് കുടുംബത്തെ ഒരുമിപ്പിക്കുന്നത്. അതാണ് കുടുംബത്തെ ഒന്നിപ്പിച്ചു നിർത്തുന്നത്. പ്രേ ടുഗദർ, ഈറ്റ് ടുഗദർ, ലിവ് ടുഗദർ എന്ന് പറയാറുണ്ട്. ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ ഒന്നിച്ച് ജീവിക്കുന്ന കുടുംബമാണ്. ഒന്നിച്ചിരുന്ന് അത്താഴം പങ്കുവെച്ച് കഴിക്കുമ്പോൾ അതിനുമുണ്ടൊരു മനോഹാരിത. ഈ ഒരുമ ഓരോ കുടുംബത്തിലും വാർത്തെടുക്കപ്പെടുന്നത് കുടുംബത്തിൽ ചൊല്ലുന്ന വിശുദ്ധ പ്രാർത്ഥനയിലൂടെയാണ്. ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ കുടുംബ പ്രാർത്ഥനയാണ്. ഈ കുടുംബ പ്രാർത്ഥന കുടുംബങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ബന്ധങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ബന്ധങ്ങളെ ഒരുമിപ്പിക്കുന്നത് കുടുംബം ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥനയിലാണ്. യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതിരുന്നപ്പോഴൊക്കെയും നമ്മുടെയൊക്കെ കാരണവന്മാർ മുടക്കം കൂടാതെ പകൽ മുഴുവൻ മണ്ണിലധ്വാനിച്ച് ആ ക്ഷീണമുണ്ടായാൽ പോലും വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് മുടക്കം വരുത്തിയിട്ടില്ല. എൻ്റെ പിതാവ്, എൻ്റെ അപ്പൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളൊക്കെ നേതൃത്വം വഹിച്ചു കഴിയുമ്പോൾ, ഏതാണ്ട് സമാപനത്തോടടുത്ത് കഴിയുമ്പോൾ
അപ്പൻ്റേതായ ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പനറിയാവുന്ന എല്ലാ വിശുദ്ധരെയും വിളിച്ച് ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയും ഒരു ത്രിത്വ സ്തുതി. അത് അപ്പൻ എല്ലാ വിശുദ്ധരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയുടെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിച്ച നന്മകളൊക്കെ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന നന്മകൾ പ്രാർത്ഥനയുടെ ഫലമാണ്. കുടുംബ പ്രാർത്ഥനയുടെ ഫലം, കുടുംബം ഒന്നാകെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം. ഇന്ന് സൗകര്യങ്ങളായി നമ്മുടെ സൗകര്യങ്ങളൊക്കെയും നമ്മുടെ സമയങ്ങൾ കവർന്നെടുത്തു. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ ഇല്ലാതെ പോയി. പണ്ട് ഈ സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്നപ്പോഴും ബന്ധങ്ങളുണ്ടായിരുന്നു. ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചിരുന്നത് പ്രാർത്ഥനയിലുമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ബന്ധങ്ങൾ ദൃഢതരമാകാൻ ഇടയാണ്. ആ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നത് നമ്മുടെയൊക്കെ കുടുംബ പ്രാർത്ഥനകളായിരിക്കണം. മുടക്കം കൂടാതെ ചെയ്യേണ്ടുന്ന ഒരു കർമ്മം. പലപ്പോഴും നമ്മൾ മാറ്റിവെക്കുന്നത് കുടുംബ പ്രാർത്ഥനയാണ്. ആ ദിവസത്തിൻ്റെ അധ്വാനം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ക്ഷീണമാണെന്ന് തോന്നിയാൽ ഇന്ന് കുടുംബ പ്രാർത്ഥന നാളേക്ക് മാറ്റിവെക്കാമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. മാറ്റിവെക്കപ്പെടാൻ ഉള്ളതല്ല കുടുംബം ഒന്നിച്ച് ചൊല്ലുന്ന കുടുംബ പ്രാർത്ഥന. ഒരു കുടുംബത്തെ ഒരുമിച്ച് നിലനിർത്തുന്നത് ഈ കുടുംബ പ്രാർത്ഥനയാണെന്നുള്ള സത്യം മനസ്സിലാക്കുക. പ്രേ ടുഗദർ, ലിവ് ടുഗദർ എന്ന് പറയുന്ന സത്യം അതാണ്. ആ കുടുംബ പ്രാർത്ഥനയുടെ മഹാത്മ്യം അതാണ്. ജപമാലയുടെ മഹത്വവും അതാണ്. കുടുംബം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബ പ്രാർത്ഥന, അത് നമ്മുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനമാകണം. ഇന്ന് നമ്മൾ വിളക്കുമണികൾ ശ്രദ്ധിക്കാറില്ല. ഇന്ന് പള്ളിയിലടിക്കുന്ന കുരിശുമണികൾ ശ്രദ്ധിക്കേണ്ടതില്ല. പക്ഷേ ഒരു കാലത്ത് സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്നൊരു കാലത്ത് അങ്ങനെ ഒരു മണിനാദം പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ വിളക്ക് കത്തിക്കാനും കുരിശു വരയ്ക്കാനും കുടുംബ പ്രാർത്ഥനയ്ക്കുമൊക്കെയായി ആ മണികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ഓർമ്മപ്പെടുത്താൻ പള്ളികളിലൊക്കെയും മണികൾ അടിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ മണികൾ ശ്രദ്ധിക്കാറില്ല. ആ മണികൾ നമുക്ക് വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. മക്കളെ, ഇത് വിളക്ക് വയ്ക്കാനുള്ള സമയമായി. മക്കളെ, ഇത് കുടുംബം പ്രാർത്ഥിക്കാനുള്ള സമയമായി. അങ്ങനെ ആ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകണം. അവിടെ അമ്മയുടെ കൃപയുണ്ട്, അമ്മയുടെ അനുഗ്രഹമുണ്ട്, അമ്മയുടെ ശക്തിയുണ്ട്, അമ്മ കൂടെയുണ്ട്. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക, കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കരങ്ങൾ പിടിക്കും. ആ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് യാത്രയാണ്. കൂടെയുണ്ട് നമ്മുടെ അമ്മ. ആ അമ്മയുടെ അനുഗ്രഹം ഈ സന്ദേശങ്ങൾ കേട്ട് ധ്യാനിച്ച് നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധമായി ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ വിളക്കായി പ്രകാശമായി നമ്മുടെയൊക്കെ ജീവിതത്തിലും കുടുംബത്തിലും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.